Then the next one, cross elasticity of demand. Cross elasticity of demand എന്ന് പറയുമ്പോൾ it is the degree of responsiveness of demand for a commodity to a change in the price of its substitutes and complementary goods. എന്ന് മറന്നു പോകരുത്. ബാക്കിയെല്ലാം ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഡിഫറെൻ്റ് ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെന്ററി ആണ്. അത് ഓർക്കാം. The degree of responsiveness of demand for a commodity to change in the price of its substitutes and complementary goods. അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് ഓൾവേസ് ഹാവ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. കാരണം എന്താണ്? ബിക്കോസ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് വൺ പ്രോഡക്റ്റ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ അതർ ഗുഡ്സ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഓഫ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ബിക്കോസ് ഇഫ് ദ പ്രൈസ് ഓഫ് വൺ പ്രോഡക്റ്റ് ഡിക്രീസസ് എന്ന് വിചാരിക്കുക. If the price of one product എന്ന് പറയുമ്പോൾ for example tea and coffee, if the price of tea decreases, price of tea decrease ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യുമ്പോൾ ടീയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടീയുടെ ഡിമാൻഡ് കൂടും. അതേസമയം എന്ത് സംഭവിക്കും? കോഫിയുടെ ഡിമാൻഡ് കുറയും. അപ്പോൾ ടീയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ കോഫിയുടെ ഡിമാൻഡ്, ടീയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഏതാണ്? കോഫി. കോഫിയുടെ ഡിമാൻഡിന് എന്താ സംഭവിച്ചത്? അത് കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇപ്പൊ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഇഫ് ദ പ്രൈസ് ഓഫ് ടീ ഇൻക്രീസസ്, ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അപ്പൊ എന്ത് സംഭവിക്കും? ടീയുടെ ഡിമാൻഡ് കുറയും, പക്ഷെ കോഫിയുടെ ഡിമാൻഡ് കൂടും. ടീയുടെ പ്രൈസ് കൂടിയപ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഓൾവേസ് പോസിറ്റീവ് ആണ്. ഇനി നേരെ തിരിച്ച് in the case of complementary goods, complementary goods in the case laanengilo complementary goods have negative cross elasticity. കാരണം എന്താണ്? increase in the price of one type of goods decreases the demand for its complementary goods. അല്ലേ? ഇപ്പോൾ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മൾ കാറും ടയറും പറഞ്ഞു അല്ലേ? ഇപ്പൊ കാറിന്റെ പ്രൈസ് കൂടി, കാറിന്റെ പ്രൈസ് കൂടുമ്പോൾ കാറിന്റെ ഡിമാൻഡ് കുറയും, അതോടൊപ്പം ടയറിന്റെ ഡിമാൻഡ് എന്താ സംഭവിച്ചത്? കുറയുകയാണ് ചെയ്തത്. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ അതാണ് നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രൈസ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും ആണ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് EC. EC is equal to percentage change in demand for tea divided by percentage change in price of coffee. The cross elasticity of demand for tea in relation to coffee ആണ്. The cross elasticity of ഡിമാൻഡിന്റെയും ഡിമാൻഡ് ഫോർ ടീയും കോഫിയും തമ്മിലുള്ള റിലേഷന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഷോൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്: പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ടീ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കോഫി. ടയർ ആൻഡ് കാർ ആണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ടയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കാർ. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ വൺ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓർ കോംപ്ലിമെന്ററി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ യൂസസ്. ഫസ്റ്റ് വൺ, ഡിസിഷൻസ് റിഗാർഡിംഗ് പ്രൈസ് ചേഞ്ചസ്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻ റിലേഷൻ ടു പ്രൈസ്. ഇപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഇൻ റിലേഷൻ ടു പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് ദ പ്രോഡക്റ്റ് എൻജോയ്സ് ഹയർ ഡിമാൻഡ് ദാൻ ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പ്രൈസ് കുറച്ച് വെക്കുകയാണെങ്കിൽ വിച്ച് വിൽ റിസൾട്ട് ഇൻ എ ഹയർ ഇൻക്രീസ് ഇൻ സെയിൽസ് ആൻഡ് എ ഹയർ പ്രോഫിറ്റബിലിറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് പ്രൈസ് ചേഞ്ചസ് ഉള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ചേഞ്ച് ചെയ്യണോ വേണ്ടയോ, കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ഉള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണെങ്കിൽ if the price of one of the complementary goods is high, ഒരു കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ് ഹൈ ആണെങ്കിൽ അതിനോടൊപ്പം യൂസ് ചെയ്യുന്ന മറ്റ് ഗുഡ്സ്, അതിനാണല്ലോ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു കീപ് ദ പ്രൈസ് ഓഫ് ദ അതർ ലോ. മറ്റേത് കുറച്ച് വയ്ക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ദ പ്രൈസ് റിഡക്ഷൻ വിൽ ഹെൽപ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഡിമാൻഡ്. ഇപ്പോൾ ഒരെണ്ണത്തിന്റെ പ്രൈസ് കൂടിയാലും അതിനോടൊപ്പം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ അത് രണ്ടും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഡിസിഷൻസ് റിഗാർഡിംഗ് പ്രൈസ് ചേഞ്ചസ്. ദെൻ ലാസ്റ്റ് വൺ, ഇഫക്റ്റ് ഓഫ് കോമ്പറ്റിറ്റേഴ്സ് പ്രൈസിംഗ് ഡിസിഷൻസ്. അതായത് മെഷർമെന്റ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ദ likely effect of pricing decisions of one competitors upon the demand of its product. അതായത്
ഇപ്പം നമ്മളൊരു പ്രൈസിങ് ഡിസിഷൻ എടുക്കുമ്പോഴും വി ക്യാൻ ഡു ഇറ്റ് ഇൻ ട്യൂൺ വിത്ത് ദോസ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ എഫക്റ്റും അറിയാവുന്നത് കൊണ്ട്, അവരുടെ പ്രൈസിങ്ങിന്റെ ഇഫക്റ്റ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് യൂസസ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് കൂടുതലായിട്ട് പഠിച്ചു വെക്കുക. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ടു എ ചേഞ്ച് ഇൻ the price of its substitutes and complementary goods.